മുത്തങ്കാവ് പുരാതനവും അപൂർവ മുത്തനടകളിൽ ഒന്നായ മുട്ടം മറിയപ്പള്ളി ശ്രീ മുത്തൻ മുത്തി അർദ്ധനാരീശ്വര ക്ഷേത്രത്തെക്കുറിച്ച് എത്ര പേർക്കറിയാം? പ്രകൃതി തന്നെ ശ്രീകോവിലായ ഈ ക്ഷേത്രം കാവിൻ്റെ പരിശുദ്ധി പരിപാലിച്ചു പോകുന്നു. പ്രധാന പ്രതിഷ്ഠയായ ശിവനും പാർവതിയും മുത്തനും മുത്തിയുമായി പരിവാരങ്ങളോടെ ക്ഷേത്രത്തിൽ അർദ്ധനാരീശ്വരനായി വാഴുന്നു. കൊടുങ്ങല്ലൂരമ്മയുടെ അംശാവതാരമായ കാളിയമ്മ അഷ്ടൈശ്വര്യ ദേവിയായി ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. സർപ്പം യോഗീശ്വരൻ വീരരക്ഷസ് ജലത്തിൽ സാന്നിധ്യമായി നിലകൊള്ളുന്നു. ദ്രാവിഡ വിധിപ്രകാരമുള്ള കർമ്മങ്ങളാണ് ക്ഷേത്രത്തിൽ ചെയ്തു വരുന്നത്. കർക്കിടകവാവിന് ഉത്സവം നടക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മുത്തങ്കാവ്. വർഷത്തിൽ 2 ഉത്സവമാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഒന്ന് കർക്കിടകവാവിനും മറ്റൊന്ന് ശിവരാത്രിക്കും. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ: മുത്തനും മുത്തിക്കും പ്രധാനമായ വഴിപാട് വെള്ളംകുടി തന്നെയാണ്. കർക്കിടകവാവിൻ്റെ അന്ന് സന്ധ്യ കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നടത്തുന്നു. കാളിയമ്മയ്ക്കുള്ള വഴിപാട് ത്രിമധുരം കള്ളും മുറുക്കാനുമാണ്. സർപ്പത്തിനായുള്ള വഴിപാട് നൂറും പാലും നെയ്വിളക്ക് മഞ്ഞൾപ്പൊടി എന്നിവയാണ്. കാളിയമ്മയ്ക്കുള്ള വഴിപാട് പട്ട് ഉടയാട വിത്തും കുരുമുളകും. വിവാഹം നടക്കുവാനുള്ള പ്രധാന വഴിപാട് കാളിയമ്മയ്ക്ക് ചെയ്യുന്നത് ഗോപി താലി മുല്ലമാല സമർപ്പണം എന്നിവയാണ്. യോഗീശ്വരനായുള്ള വഴിപാട് വിളക്ക് നേദ്യം എന്നിവയാണ്. രക്ഷസ് ചെയ്യുന്ന വഴിപാട് കരിക്ക് നേദ്യം, മത്സ്യങ്ങൾക്ക് അന്നമൂട്ട്, ഉണക്കലരി പിതൃക്കൾക്ക് വേണ്ടി. ശിലാവിഗ്രഹങ്ങൾ സ്വയംഭൂവായിട്ടുള്ള നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ക്ഷേത്രം AKCHMS 675 നമ്പർ ശാഖാവകയാണ്. ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം പറയുകയാണെങ്കിൽ, കൊടുരാറിൻ്റെ കരയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുട്ടത്ത് ഒരു മഹാക്ഷേത്രം ഉണ്ടായിരുന്നു. ഒരു തുരുത്തിലായിരുന്നു ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത്. അക്കാലത്ത് ആരാധനാമൂർത്തികളായിരുന്ന മുത്തപ്പനും മുത്തിയമ്മയും ഉമാമഹേശ്വരന്മാർ ശിവനും പാർവതിയും വേഷപ്രശ്നരായി മുക്കുവൻ്റെയും മുക്കത്തിയുടെയും വേഷത്തിൽ മീൻ പിടിച്ച് ഈ പ്രദേശത്ത് വരികയും തളാൻകൊട്ടയിൽ പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരുതരം കൊട്ട മീൻ പിടിച്ചു നടന്നിരുന്നുവെന്നും അതിനിടയിൽ നേരം പോയതറിയാതെ രാത്രിയുടെ 4 യാമം കഴിഞ്ഞ് കോഴി കൂവുന്നത് കേട്ട് അടുത്തുള്ള വിജനമായ തുരുത്തിൽ കയറി. ഈ തുരുത്ത് രാജഭരണകാലത്ത് ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന ധാന്യപ്പുരയായിരുന്നു. അതിന് കാവലായി ഒരു മൂർത്തിയെ കൂടി കുടിയിരുത്തിയിരുന്നു. കൈലാസനാഥനാണ് വന്നതെന്നറിഞ്ഞ് മൂർത്തി അവരെ അവിടെ പാർക്കാൻ അനുവദിച്ചു. മുക്കുവനും മുക്കുവത്തിയും പരിവാര സമേതം ഈ തുരുത്തിൽ കയറി ശിലയായി മാറിയെന്നാണ് സങ്കല്പം. ഇപ്പോൾ ഇവിടെ 8 ശിലാരൂപങ്ങളാണുള്ളത്. 2 എണ്ണം 6-7 അടി പൊക്കത്തിലുള്ളതും ശിവലിംഗ രൂപത്തിലുള്ളതുമാണ്. ഇതിനു ചുറ്റും 6 എണ്ണം ചെറിയ രൂപത്തിലുള്ളതും. അന്നൊരു കർക്കിടക ദിനമായിരുന്നു. ശങ്കരവാഹനമായ നന്ദികേശൻ മുതലയുടെ രൂപത്തിൽ ഈ ക്ഷേത്ര പരിസരത്ത് വസിച്ചിരുന്നു. ശിവരാത്രിയുടെ അന്ന് ദേശതാലപ്പൊലി നടത്തി വരുന്നു. നാട്ടകം ശ്രീ പൊൻകുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും വൈകിട്ട് 6:30 പുറപ്പെട്ടു മറിയപ്പള്ളി ശിവപാർവതി ക്ഷേത്രത്തിലൂടെ ശ്രീ മുത്തപ്പൻ മുത്തിയമ്മ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലേക്ക്. അന്നേ ദിവസം ക്ഷേത്രത്തിൽ കലാപരിപാടികൾ, അന്നദാനം, വെടിക്കെട്ട് എന്നിവയും നടത്തപ്പെടുന്നു. ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴി: കോട്ടയത്ത് നിന്ന് പുറപ്പെട്ട് നാട്ടകം മറിയപ്പള്ളി ബസ് സ്റ്റോപ്പിൽ നിന്നും പടിഞ്ഞാറോട്ട് 1 കിലോമീറ്റർ സഞ്ചരിച്ച് കൊടുരാറിൻ്റെ തീരത്ത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. എല്ലാ ഭക്തജനങ്ങൾക്കും മുത്തപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.